എല്ലാവർക്കും ജംസ് അക്കാദമിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ബേസിക് മാത്സിൽ ഉൾപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് LCM ആൻഡ് HCF. വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. ഒരുപക്ഷെ നമുക്ക് ഇതിൽ നിന്നും ഡയറക്റ്റായിട്ട് പ്രോബ്ലം ചോദിച്ചില്ലെങ്കിൽ പോലും നമുക്കിതല്ല LCMും HCF ഒക്കെ LCM പല പ്രോബ്ലത്തിലും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. ഏത് പ്രോബ്ലം എടുത്താലും അതിൽ LCM ഒക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ ചാപ്റ്റർ വളരെ ഈസിയാണ്, അതുപോലെ ബേസിക് മാത്സ് ആണ്. സോ അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലോട്ട് കിടക്കാം. കോമൺ മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ പൊതു ഗുണിതം. അപ്പൊ എങ്ങനെ LCM കണ്ടുപിടിക്കണേന്ന് നോക്കാം. രണ്ട് നമ്പർ 12ഉം 16ഉം. അപ്പൊ ഇതിന്റെ LCM കണ്ടുപിടിക്കണം. എന്താ കണ്ടുപിടിക്കേണ്ടത്? LCM. അപ്പൊ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണ്? 12ഉം 16ഉം അല്ലെ? അപ്പോ ഇത് ഒരേ ടേബിളിൽ ഒരേ നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റാവുന്നതാണോ നോക്കണം അല്ലെ? 12ഉം 16ഉം. അത് ഏതിന്റെ ടേബിളിൽ പോകും? രണ്ടിന്റെ ടേബിളിൽ പോകും അല്ലെ? അത് നമുക്ക് ചെറിയ നമ്പർ കൊണ്ട് വരാം. രണ്ടിന്റെ ടേബിളിൽ 12ഉം പോകും 16ഉം പോകും. രണ്ടിന്റെ ടേബിളിൽ 12 എത്ര പ്രാവശ്യമാണ് പോകുന്നത്? 6 പ്രാവശ്യം. 16 8, വീണ്ടും 6ഉം 8ഉം രണ്ടിന്റെ ടേബിളിൽ വീണ്ടും പോകും. 6 എത്ര പ്രാവശ്യമാണ്? 3. ദെൻ 8 എത്ര പ്രാവശ്യമാണ്? 4. ഇനി 3ഉം 4ഉം ഒരേ ടേബിളിൽ പോകുമോ? ഇല്ലല്ലോ. ഒന്നിന്റെ ടേബിളിൽ മാത്രമേ പോകത്തുള്ളൂ. അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് 3ഉം 4ഉം ഒരുപോലെ പോകുന്നതാണോ? അല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ദെൻ ഇതിനെല്ലാത്തിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്ര? 2 × 2, ദെൻ 3 × 4. 2 2 എത്രയാണ്? 4. 4 3 12. 12 4 48. അപ്പൊ LCM എന്ന് പറയുന്നത് എത്രയാണ്? 48. ഇത് ഒരു മെത്തേഡ്. ഇത് നമ്മൾ സാധാരണ ഫോളോ ചെയ്ത് വരുന്ന ഒരു മെത്തേഡാണ്. ഇനി അല്ലാതെ എളുപ്പത്തിൽ മറ്റൊരു മെത്തേഡ് ഉണ്ട്. എങ്ങനെയാന്ന് നോക്കാം. 12ഉം 16ഉം. അപ്പൊ ആദ്യം എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ 12ഉം 16, 12ന്റെ ഫാക്ടറിൽ പോകുന്നതാണോ 16? അല്ല അല്ലെ? ഏറ്റവും വലിയ നമ്പർ ആദ്യം എടുത്ത് നോക്കാം. വലിയ നമ്പർ എന്ന് പറയുന്നത് ഇവിടുത്തെ 16 ആണ്. അപ്പോ ഇതിൽ ചെറിയ നമ്പർ ഏതാണ്? 12. അപ്പൊ 12ന്റെ ഫാക്ടറിൽ 16 ആണോ നോക്കണം. 12ന്റെ ടേബിളിൽ പോകുന്നതാണോ 16? അല്ല. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ ആദ്യം 16ന് 16 × 1 ആണ് 16. അപ്പൊ 12ന്റെ ടേബിളിൽ പോകുന്നതല്ല. അപ്പൊ 16ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 12ന്റെ ടേബിളിൽ പോകുന്ന നോക്കാം. 16ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 32. 12ന്റെ ടേബിളിൽ 32 പോകുമോ? ഇല്ല. 36 ആണ് പോകുന്നത്. 32 പോകത്തില്ല. അപ്പൊ അത് വരത്തില്ല. ദെൻ ഇനി എന്താ മൾട്ടിപ്ലൈ ചെയ്യാം? 2 മൾട്ടിപ്ലൈ. ഇനി എന്താണ്? 3 മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 16ന്റെ കൂടെ 3 എത്രയാണ്? 16 3 എത്രയാണ്? 48. 12ന്റെ ടേബിളിൽ പോകും. എത്ര പ്രാവശ്യമാണ്? 4 പ്രാവശ്യം അല്ലേ? 4 പ്രാവശ്യം 48. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ 48 എന്ന് പറയുന്നതാണ് നമ്മുടെ LCM. അപ്പോ ഈ മെത്തേഡിലും ചെയ്യാം, അല്ല സാധാരണ നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ മെത്തേഡിലും ചെയ്യാം. അപ്പൊ ഏതാണോ നിങ്ങൾക്ക് എളുപ്പം എന്ന് നോക്കാം, ആ മെത്തേഡ് ഫോളോ ചെയ്യുക. അപ്പൊ ഈ മെത്തേഡ് എന്താണ്? 12ഉം 16ഉം നമുക്ക് ഏതിലൊക്കെ ഹരിക്കാൻ പറ്റുമെന്ന് നോക്കണം. രണ്ടിന്റെ ടേബിളിൽ പോകുന്നതാണ്. അപ്പൊ നമുക്ക് എത്ര ടൈംസ് വരയ്ക്കാണ് ഹരിച്ചു വരുന്നത്? ലാസ്റ്റ് എങ്ങനെയാ നോക്കേണ്ടത്? രണ്ടും ഒരേ ടേബിളിൽ പോകാത്തതിരിക്കും. ഇപ്പൊ 3ഉം 4ഉം ഒരേ ടേബിളിൽ പോകത്തില്ല. ഒന്നിന്റെ ടേബിളിൽ മാത്രമേ പോകത്തുള്ളൂ. അല്ലാതെ വേറെ ഒരു ടേബിളിലും ഹരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് കിട്ടിയത് എല്ലാത്തിനെയും കൂടെ തമ്മിൽ എന്താ ചെയ്യേണ്ട? മൾട്ടിപ്പിൾ ചെയ്യണം. അതാണ് ഈ മെത്തേഡ്. അല്ലാതെ എന്താണ്? 12ഉം 16. ഇതിലെ ഹയസ്റ്റ് ഫാക്ടർ നോക്കുക, ഹയസ്റ്റ് നമ്പർ നോക്കുക. ദെൻ ലോവസ്റ്റ് നമ്പർ തന്നിരിക്കുന്നത് അതിന്റെ ഫാക്ടർ ആണോ എന്ന് നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ ആദ്യം നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 32 കിട്ടി. 32 12ന്റെ ടേബിളിൽ പോകുന്നതല്ല. ദെൻ പിന്നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടിയത്? 48. 48 12ന്റെ ടേബിളിൽ പോകുന്നതാണ്. അപ്പൊ ഇവിടുത്തെ LCM എന്ന് പറയുന്നത് 48 ആണ്. അടുത്തൊരു എക്സാമ്പിൾ 6ഉം 15. 6ന്റെയും 15ന്റെയും LCM കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് രണ്ട് മെത്തേഡ് നോക്കാം. ആദ്യത്തെ മെത്തേഡ് ഏതാ? 6ന്റെതും 15. അപ്പൊ ഇത് ഒരേ ടേബിളിൽ പോകുന്ന നോക്കണം. ഏതിന്റെ ടേബിളിൽ പോകും? 3ന്റെ ടേബിളിൽ പോകും അല്ലെ? 3ന്റെ ഫാക്ടർ ആണ് 6ഉം 15ഉം. 3ന്റെ ടേബിളിൽ 6 എത്ര പ്രാവശ്യമാണ് പോകുന്നത്? 2 ടൈംസ്, 2 ടൈംസ്. അതുപോലെ 15 ആണെങ്കിൽ 5 ടൈംസ്. ഇനി 2ഉം 5ഉം ആണ്. അപ്പൊ ഇതിനി ഒരേ ടേബിളിൽ പോകുന്നതാണോ? ഒന്നിന്റെ അല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? അപ്പം ഇതോടെ സ്റ്റോപ്പ് ചെയ്യുക. അതെ, ഇനി എന്ത് ചെയ്യണം? എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എത്രയാണ്? 3 × 2 × 5. 3 × 2 6. 6 × 5 30. അപ്പൊ നമ്മുടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 30. ഇതൊരു മെത്തേഡ്. അല്ലാതെ തന്നെ ഇത് ചെയ്യാതെ തന്നെ നമുക്ക് ഇതിൽ നിന്നും വെച്ച് ചെയ്യാൻ പറ്റും. 6ഉം 15ഉം.
ആറിന്റെ ടേബിളിൽ 15 പോകോ? ആറിന്റെ ഗുണിതത്തിൽ 15 ഇല്ല അല്ലേ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ വലിയ നമ്പർ എന്ന് പറയുന്നത് 15 ആണ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? 15ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യാം. 15ന്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 30. ആറിന്റെ ടേബിളിൽ 30 പോകും. എത്ര ടൈംസ് ആണ് പോകുന്നത്? 6, 5. അപ്പൊ നമ്മുടെ ഇവിടുത്തെ വലിയ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 30. അപ്പൊ 30 ആണ് LCM അല്ലേ? അപ്പൊ ഈ മെത്തേഡിലും ചെയ്യാം, അല്ലാതെ ഈ മെത്തേഡിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. 3 നമ്പർ തന്നിട്ട് LCM കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചത് 2 നമ്പർ തന്നിട്ട് LCM കണ്ടുപിടിക്കാൻ. 3 നമ്പർ തരുമ്പോൾ LCM എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ആദ്യത്തെ മെത്തേഡ് ഏതാണ്? 3, 6, 9. ഇത് ഏതിന്റെ ടേബിളിൽ? 3 ഏതിന്റെ ടേബിളിൽ പോകും? 3ന്റെ ടേബിളിൽ പോകും അല്ലെ? 3 ആണെങ്കിൽ 1 പ്രാവശ്യം, 6 2 പ്രാവശ്യം, 9 3 പ്രാവശ്യം. ഇനി ഏതെങ്കിലും ഒരേ ടേബിളിൽ നമുക്ക് ഹരിക്കാൻ പറ്റാവുന്നതാണോ? അല്ല അല്ലെ? 1 2 3 ഇത് ഒരേ ടേബിളിൽ പോകത്തില്ല. ഒന്നിന്റെ ടേബിൾ അല്ലാതെ മറ്റൊരു ടേബിളിൽ പോകത്തില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? എല്ലാത്തിനെയും കൂടെ മൾട്ടിപ്ലൈ അല്ലെ? 3നെയും 1നെയും 2നെയും 3നെയും എല്ലാം കൂടെ ഒരുമിച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പൊ എത്രയാണ്? 3 into 1 into 2 into 3. 3 into 1 3. 3 into 2 6. 6 into 3 എത്രയാണ്? 18. അപ്പൊ LCM എന്ന് പറയുന്നത് എത്രയാണ്? 18. ഇനി അടുത്ത മെത്തേഡ് ഏതാ? 3 6 9. അപ്പൊ ആദ്യം നോക്കാം, 3 നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ 2 നമ്പർ നോക്കാം. 3 6ന്റെ ഫാക്ടർ ആണോ നോക്കണം. 3 6ന്റെ ഫാക്ടർ ആണോ? ആണ് അല്ലേ? 3ന്റെ ടേബിളിൽ 6 പോകുന്നതാണ്. എത്ര പ്രാവശ്യം പോകും? 2 ടൈംസ് പോകുന്നതാണ്. സോ അപ്പോ ഇത് നമുക്ക് എടുക്കണ്ട. ഇത് നമുക്ക് അറിയാം. 3നും 3ഉം 6 എന്ന് പറയുന്നത് 3 6ന്റെ ഫാക്ടർ ആണ്. അപ്പൊ ഇത് വേണ്ട. ഇനി അടുത്ത ഏതാ നോക്കുന്നത്? 6ന്റെ 9ന്റെ നോക്കാം. 6ഉം 9 9. 6ന്റെ ടേബിളിൽ 9 പോകുവാണോ? ഇല്ല, പോകത്തില്ല അല്ലെ? അപ്പൊ എന്താ ചെയ്യേണ്ടത്? 9ന്റെ കൂടെ ആദ്യം 2 മൾട്ടിപ്ലൈ ചെയ്യാം. 2ൽ വന്നില്ലെങ്കിൽ അടുത്ത ഏതാ? 3 മൾട്ടിപ്ലൈ ചെയ്യുക. 3ൽ വന്നില്ലെങ്കിൽ 4. അത് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഏതിലാണോ വരുന്നത് അതിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അപ്പൊ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 18 ആണ് കിട്ടുന്നത്. 6ന്റെ ടേബിളിൽ 18 പോകുമോ? എത്ര പ്രാവശ്യമാണ് പോകുന്നത്? 3 ടൈംസ് അല്ലേ? അപ്പൊ നമ്മുടെ LCM എന്ന് പറയുന്നത് ഏതാണ്? 18. അപ്പൊ ഇതുപോലെ 3 നമ്പർ വന്നാൽ ഇങ്ങനെ നോക്കണം. ആദ്യത്തെ 2 നമ്പർ നോക്കുക, ഫാക്ടർ ആണോ നോക്കണം. ആദ്യത്തെ നമ്പർ ചെറിയ നമ്പർ ആ വലിയ നമ്പറിന്റെ ഗുണിതമാണോ എന്ന് നോക്കണം. ആണെങ്കിൽ ആ നമ്പർ ആദ്യത്തെ നമ്പർ അത് ക്യാൻസൽ ചെയ്യുക. ചെറിയ നമ്പറിനെ ആദ്യത്തെ ക്യാൻസൽ ചെയ്യുക. അതിന് അടുത്ത 2 നമ്പർ നോക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതേ മെത്തേഡ് ചെയ്യുക. അപ്പൊ ഈ 2 മെത്തേഡ് മനസ്സിലായല്ലോ? നിങ്ങൾക്ക് ഏതാണോ ഈസി എന്ന് തോന്നുന്ന ആ മെത്തേഡ് ഫോളോ ചെയ്യുക. അപ്പൊ അടുത്തത് ഇവിടെ കുറച്ച് നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിന്റെ LCM കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യം നോക്കാം. 8 32. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് 8ന്റെ ഫാക്ടർ ആണ് അല്ലെ? 8ന്റെ ഫാക്ടർ ആണ് 32. 8ന്റെ ടേബിളിൽ പോകുന്നതാണ്. അങ്ങനെയുള്ള നമ്പേഴ്സ് തരുവാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ നമ്പർ ഏതോ അതാണ് നമ്മുടെ LCM. അപ്പൊ ഇവിടെ ഏതാണ് ഏറ്റവും വലിയ നമ്പർ? 32. 8ന്റെ ഫാക്ടർ ആണ് 32. 8ന്റെ ടേബിളിൽ എത്ര പ്രാവശ്യം പോകും? 8 4 32. അപ്പൊ നമ്മുടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 32. ഇങ്ങനെ ഒരു നമ്പറിന്റെ ഫാക്ടർ ആണ് തരുന്നെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ നമ്പർ എടുക്കണം. അതാണ് LCM. അത് എങ്ങനെയാണെങ്കിലും ഇത് എളുപ്പമാണ്, അല്ലാത്ത മെത്തേഡിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ 9ഉം 27. 27 9ന്റെ ടേബിൾ എത്ര പ്രാവശ്യം പോകും? 9 × 3 27. അപ്പൊ നമ്മുടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 27. അതുപോലെ 5ന്റെ ഫാക്ടർ ആണ് 5 25 125. 25 ആണെങ്കിലോ 5 × 5. 125 ആണെങ്കിലോ 25 × 5 125. അപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 125. അപ്പൊ നമ്മുടെ ഫാക്ടർ നമ്മുടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 125. ഇത് വേണമെങ്കിൽ നമുക്ക് മറ്റൊരു നമ്മുടെ ആദ്യത്തെ മെത്തേഡിൽ വേണമെങ്കിൽ ചെയ്യാം. 5 25 125. അപ്പൊ ഇത് 3ഉം ഏതിന്റെ ടേബിളിലാണ് പോകുന്നത്? 5ന്റെ ടേബിളിൽ പോകും അല്ലെ? 5ന്റെ ടേബിളിൽ 5 എത്ര പ്രാവശ്യം? 1 പ്രാവശ്യം. 25 ആണെങ്കിലോ 5 പ്രാവശ്യം. അതുപോലെ 125 25 പ്രാവശ്യം. 25 × 5 125. വീണ്ടും 5ഉം 25ഉം കിടക്കുന്നു, ഒരേ ടേബിളിൽ പോകുന്നതാണ്. അപ്പൊ ഏതാണ്? ഏതിന്റെ ടേബിളിൽ നോക്കാം? 5ന്റെ ടേബിളിൽ 1 5 ആണെങ്കിൽ 1 പ്രാവശ്യം. 25 5 പ്രാവശ്യം. ഇനി എന്താ? ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 5 × 5 എത്രയാണ്? 25. 25 × 1 1. അതുപോലെ 1 ആണെങ്കിൽ വീണ്ടും തന്നെ 1. ദെൻ 25 × 5 125. കിട്ടിയില്ലേ? അപ്പോ ഈ മെത്തേഡിലും ചെയ്യാം. അതുപോലെ ഈ മെത്തേഡിലാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും. ഇതുപോലെ ഫാക്ടർ ആണ് തരുന്നെങ്കിൽ ഈ മെത്തേഡാണ് എളുപ്പം. ദെൻ അതുപോലെ 2 4 16. 2ന്റെ ഫാക്ടേഴ്സ് ആണ് അല്ലേ? 2ന്റെ ടേബിളിൽ 4 എത്ര പ്രാവശ്യമാണ് പോകുന്നത്? 2 ടൈംസ്. 2 × 2. അതുപോലെ 16 ആണെങ്കിലോ 8 × 2. അപ്പൊ നമ്മുടെ ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 16. 16 ആണ്
LCM. അതുപോലെ 4 24. 4ന്റെ ടേബിളിൽ 24 എത്ര പ്രാവശ്യമാണ് പോകുന്നത്? 6 പ്രാവശ്യം അല്ലേ? 4 × 6 24. അപ്പൊ നമ്മുടെ LCM എന്ന് പറയുന്നത് ഏതാണ്? 24. അപ്പൊ ഈ മെത്തേഡ് യൂസ് ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന ചെറിയ നമ്പർ, നമുക്ക് 2 or 3 നമ്പേഴ്സ് തന്നിരിക്കും. അപ്പൊ ആദ്യത്തെ നമ്പേഴ്സ് നോക്കണം. ആദ്യത്തെ നമ്പർ നോക്കിയിട്ട് അടുത്ത തന്നിരിക്കുന്ന നമ്പേഴ്സ് അതിന്റെ ഫാക്ടർ ആണോ നോക്കണം, എന്ന് വെച്ചാൽ അതിന്റെ ഗുണിതമാണോ എന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രം ഈ മെത്തേഡിൽ ചെയ്യുക. അടുത്ത് പഠിക്കാൻ പോകുന്നത് HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ, മലയാളത്തിൽ ഉസാഗ എന്ന് പറയും. അപ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ HCF എങ്ങനെയാ കണ്ടുപിടിക്കണേന്ന് നോക്കാം. ഇവിടെ രണ്ട് നമ്പർ തന്നിട്ടുണ്ട്, 9 ഉം 27. ഇതിന്റെ HCF കണ്ടുപിടിക്കണം. അപ്പൊ HCF എന്ന് പറയുന്നത് എന്താണ്? ഒരു സംഖ്യയുടെ ഏറ്റവും വലിയ പൊതു ഘടകമാണ് HCF. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് തന്നിരിക്കുന്ന നമ്പർ 9 ഉം 27, ഇത് ഏതിന്റെയൊക്കെ ഗുണിതത്തിൽ പോകുമെന്ന് നോക്കണം. 9 ഏതിന്റെ 3ൽ പോകും അല്ലെ? 3ൽ ഏതാണ്? 9ഉം പോകും 27ഉം പോകും. പിന്നെ ഏതിന്റെ ടേബിളിലാ പോകുന്നത്? രണ്ടും ഒരേ ടേബിളിൽ പോകുന്നു നോക്കണം. 3 ആണെങ്കിൽ 9ഉം പോകും 27ഉം പോകും. പിന്നെ ഏതാ? 9ന്റെ ടേബിളിൽ പോകും അല്ലെ? 9 ഒരു പ്രാവശ്യവും 27 3 പ്രാവശ്യവും. പിന്നെ ഏതെങ്കിലും ടേബിളിൽ ഇത് രണ്ടും ഒരുമിച്ച് പോകുന്നതാണോ? അല്ല. 9 27 3 9ലും മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതെന്ന് നോക്കണം. ഏതാണ്? 9. അപ്പൊ ഇതാണ് നമ്മുടെ HCF, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. തന്നിരിക്കുന്ന നമ്പേഴ്സ് എടുക്കുക, അതിൽ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഫാക്ടറിനെ കണ്ടുപിടിക്കുക എന്നതാണ്. അപ്പൊ നമ്മളിവിടെ നോക്കി 9ഉം 27ഉം ആണ്. 9 ആദ്യം ചെയ്യേണ്ടത് ആദ്യം മുതൽ ലോവസ്റ്റ് തൊട്ട് നോക്കാം. 9 27ഉം ഏതിന്റെയൊക്കെ ഗുണിതത്തിൽ പോകുന്നുള്ളത് ആദ്യം എഴുതുക. അപ്പൊ നമുക്കിവിടെ 9 27 ആണെങ്കിൽ 3ന്റെ 9ന്റെ ഗുണിതത്തിൽ മാത്രമേ പോകത്തുള്ളൂ. അതിൽ ഏറ്റവും വലുതാണ് നമ്മുടെ HCF എന്ന് പറയുന്നത്. ഇനി അതുപോലെ 8ഉം 12ഉം HCF കണ്ടുപിടിക്കുക. അപ്പൊ 8 ഏതിന്റെയൊക്കെ ടേബിളിൽ? 8ഉം 12ഉം ഒരേപോലെ പോണ ടേബിളിൽ നോക്കണം. രണ്ടും ഡിഫറെന്റ് ആയിട്ട് നോക്കണം. ഇപ്പൊ നമ്മൾ 9 27ഉം നോക്കി, 3ന്റെ ടേബിളിൽ 9ഉം പോകും 27ഉം പോകും. അതുപോലെ ഇവിടെ ആണെങ്കിൽ 8ഉം 12ഉം രണ്ടും ഒരു ടേബിളിൽ പോകുന്ന നോക്കണം. ഏതാണ്? 2ന്റെ ടേബിളിൽ പോകും അല്ലേ? 8ഉം പോകും 12ഉം പോകും. പിന്നെ ഏതിന്റെ ടേബിളിലാ പോകുന്നത്? 4ന്റെ ടേബിളിൽ പോകും. 3ന്റെ ടേബിളിൽ 12 പോകും, പക്ഷെ 8 പോകുമോ? ഇല്ല. അപ്പൊ അത് എടുക്കാൻ പാടില്ല. ദെൻ 4ന്റെ ടേബിളിൽ, 5ന്റെ ടേബിളിൽ പോകത്തില്ല. 6ന്റെ ടേബിളിൽ എത്ര പോകും? 12 പോകും. 8 പോകുമോ? ഇല്ല. അപ്പൊ ഒന്നായിട്ടുള്ളത് എടുക്കാൻ പാടില്ല, 2 പോകുന്നത് നോക്കണം. അപ്പൊ ഏതൊക്കെയാണ്? 2ഉം 4ഉം. പിന്നെ ഏതാ? 8ന്റെ ടേബിൾ നോക്കുകയാണെങ്കിൽ 8 പോകും, 12 പോകത്തില്ല. പിന്നെ ഏതാ? 12ന്റെ ടേബിളിലാണെങ്കിൽ 12 പോകും, 8 പോകത്തില്ല. അപ്പൊ നമ്മുടെ ഏതാണ്? 2ഉം 4ഉം ആണ്. ഇത് രണ്ടിലും പോകുന്നത്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 4. അപ്പൊ എന്താണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്? ഏതാണ്? 4. ഈ മെത്തേഡിലും ചെയ്യാം. അല്ലാതെ ഏത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ 9 27, 9ഉം 27ഉം ഏതിന്റെ ടേബിളിൽ പോകണം നോക്കണം. രണ്ടും ഒരേ ടേബിളിൽ പോകുന്നതാണ് നോക്കാണ്ട്. ഏതാണ്? 3ന്റെ ടേബിളിൽ പോകും അല്ലെ? 9 എത്ര പ്രാവശ്യം പോകും? 3 പ്രാവശ്യം. 27 ആണെങ്കിൽ 9 പ്രാവശ്യം. വീണ്ടും ഇത് 3ന്റെ ടേബിളിൽ പോകും. 3ഉം 9ഉം. 3ന്റെ ടേബിളിൽ 3 ഒരു പ്രാവശ്യം, 9 ആണെങ്കിൽ 3 പ്രാവശ്യം അല്ലെ? അപ്പൊ 1ഉം 3ഉം. ഇനി നോക്കാം, 1ഉം 3ഉം ആണ് വന്നിരിക്കുന്നത്. ഇത് ഒരേ ടേബിളിൽ പോകുന്നതാണ്. ഒന്നല്ലാതെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഇതിനെ ഹരിക്കാൻ പറ്റാവുന്നതാണോ? അല്ല. അങ്ങനെ ഉള്ളതാണെങ്കിൽ നമ്മൾ എന്താണ് HCF എടുക്കുമ്പോൾ ഏതാ എടുക്കേണ്ടത്? ഇത് വേണ്ട, ഇത് ആവശ്യമില്ല. നമ്മൾ എടുക്കേണ്ടത് ഏതാണ്? ഇത് ഇത്രയും എടുത്താൽ മതി. നമുക്ക് ടേബിളിൽ പോകാത്ത വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റാത്തത് വന്നാൽ അത് എടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ ലീസ്റ്റ് LCMനാണെങ്കിൽ എല്ലാം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? പക്ഷെ കോമൺ ഫാക്ടറിന് അത് ആവശ്യമില്ല. ഏത് മാത്രം എടുത്താൽ മതി? 3 × 3 എത്രയാണ്? 9. അപ്പൊ HCF എത്രയാണ്? 9. അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടുപിടിച്ചത്. അതേ മെത്തേഡ്, ഈ രണ്ട് മെത്തേഡ് വേണമെങ്കിലും നമുക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അടുത്ത നോക്കാം, 5 9 ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇത് നോക്കുക, 5 9 ഇത് ഒന്നിന്റെ ടേബിളിൽ അല്ലാതെ വേറെ ഏതെങ്കിലും ടേബിളിൽ പോകുന്നതാണോ? വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റാവുന്നതാണോ? അല്ല. അപ്പോൾ നമുക്ക് ഒന്നിന്റെ ടേബിളിൽ മാത്രമേ പോകത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുന്ന നമ്പേഴ്സിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 ആണ്. അത് ഓർമ്മിച്ചു വെക്കുക. അതുപോലെ 11ഉം 23ഉം അതും അതുപോലെ തന്നെയാണ്. ഒന്നിന്റെ ടേബിളിൽ അല്ലാതെ മറ്റൊരു ടേബിളിലും പോകത്തില്ല. അങ്ങനെയാണെങ്കിൽ കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 1 തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കോമൺ ഫാക്ടർ ഇല്ലാതെ വരുവാണെങ്കിൽ നമ്മുടെ HCF എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കണം അല്ലേ? ഇവിടെ 5ലും 9ലും കോമൺ ആയിട്ട് 1ൽ മാത്രമേ പോകത്തുള്ളൂ, വേറെ ഒരു ടേബിളിലും പോകുന്നതല്ല. അങ്ങനെ ആയതുകൊണ്ട് നമ്മുടെ കോമൺ ഫാക്ടർ 1. അപ്പൊ ഇതുപോലെ നമ്പേഴ്സ് വരുമ്പോൾ നോക്കണം, ഒന്നിലല്ലാതെ വേറെ ഏതെങ്കിലും ടേബിളിൽ പോകാത്തതാണെങ്കിൽ
നമ്മുടെ കോമൺ ഫാക്ടർ എന്താണ് എടുക്കേണ്ടത്? 1. 3 നമ്പേഴ്സ് തന്നിട്ട് അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ 2 നമ്പർ നോക്കിയതിന്റെ അതേ മെത്തേഡ് തന്നെയാണ്. അപ്പൊ ആദ്യം 3 നമ്പേഴ്സ്. അപ്പൊ എങ്ങനെയാണ് ഈ 3 നമ്പറും ഒരേ ടേബിളിൽ പോകുന്നത്? അതിൽ കോമൺ ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഏതൊക്കെ ടേബിളിൽ പോകുമെന്ന് എഴുതാം. 2ന്റെ ടേബിളിൽ 12 പോകും, 24 പോകും, 84 പോകും അല്ലേ. ദെൻ പിന്നെ ഏതിലാ പോകുന്നത്? 3ന്റെ ടേബിളിലാണെങ്കിൽ 12, 24 പോകും, 84 പോകത്തില്ല. അപ്പൊ അത് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഏതാ? 4ന്റെ ടേബിളിൽ പോകും അല്ലേ. 12 പോകും, 24 പോകും, 84 പോകും. പിന്നെ 5ന്റെ ടേബിളിൽ ഇത് 3ഉം പോകത്തില്ല. 6ന്റെ ടേബിളിലാണെങ്കിലോ 6ന്റെ ടേബിളിൽ 12, 24, 84 പോകും. 84 ആണെങ്കിലോ 1 6 6. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ വലിയ നമ്പർ വരുമ്പോൾ ചെയ്തു നോക്കാൻ എളുപ്പം മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ 84 നമുക്ക് പെട്ടെന്ന് 6ന്റെ ടേബിളിൽ 84 പോകുമെന്ന് ഡൗട്ട് ആണെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കാം. അപ്പൊ എങ്ങനെയാ? ഷോർട്ട് ഫോമിലാണെങ്കിൽ 1 6 6. അപ്പൊ ഇവിടെ 8 ആണ് ഇരിക്കുന്നത്. ബാലൻസ് എത്രയുണ്ട്? 2 24. 24 6ന്റെ ടേബിളിൽ എത്ര പ്രാവശ്യം പോകും? 4 പ്രാവശ്യം. അപ്പൊ 14 × 6 84. പിന്നെ ഏതാ? 7ന്റെ ടേബിളിൽ പോകത്തില്ല. പിന്നെ ഏതാ? 8ന്റെ ടേബിളിലാണെങ്കിലോ 24 പോകും, പക്ഷെ 12ഉം 84ഉം പോകത്തില്ല. അപ്പൊ അത് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ 9ലും പോകില്ല, 10ലും 11ലും പോകത്തില്ല. പിന്നെ ഏതിലാ പോകുന്ന? 6ലും 12ലും. 12ൽ ഇത് 3ഉം പോകും. അപ്പൊ ഇതിൽ കോമൺ ആയിട്ടുള്ളത് ഏതാണ്? 12 ആണ് അല്ലെ. ഏറ്റവും ഹയസ്റ്റ് കോമൺ ഫാക്ടർ അല്ലേ. അപ്പൊ ഏതാണ്? 12. അപ്പൊ HCF എന്ന് പറയുന്നത് എത്രയാണ്? 12. നമുക്ക് ഈ മെത്തേഡിലും ചെയ്യാം, അല്ലാതെ നമ്മൾ സാധാരണ മെത്തേഡിൽ എങ്ങനെയാ ചെയ്യുന്നത്? 12, 24, 84. അപ്പൊ നമുക്കിത് ചെറിയ നമ്പറിൽ തന്നെ തുടങ്ങാം. 2ന്റെ ടേബിളിലാണെങ്കിൽ 12 6 ടൈംസ്, 24 ആണെങ്കിലോ 12 പ്രാവശ്യം, 84 4 2ന്റെ ടേബിളില് എത്ര പ്രാവശ്യം? 8 2ന്റെ ടേബിളിൽ 4 പ്രാവശ്യം പോകും. 4 2ന്റെ ടേബിളിൽ 2 ടൈംസ്. ഇനി ഇത് വീണ്ടും 2ന്റെ ടേബിളിൽ നോക്കാം അല്ലെ. 2ന്റെ ടേബിളിലാണെങ്കിൽ 6 എത്ര ടൈംസ് ആണ്? 3 പ്രാവശ്യം. 12 ആണെങ്കിൽ 6 42. 4 2ന്റെ ടേബിളിൽ 2 പ്രാവശ്യം, 2 ആണെങ്കിൽ 1. ഇനി ഇത് ഏതാ? 3ഉം 6ഉം 21. ഒരേ ടേബിളിൽ പോകുന്ന ഏതിലാ പോകുന്നത്? 3ന്റെ ടേബിളിൽ പോകും അല്ലെ. 3ന്റെ ടേബിളിലാണെങ്കിൽ 1 3 3, 2 3 6, 7 3 21. ഇനി ഏതാ? 1 2 7. ഇനി ഇത് 3ഉം 1 അല്ലാതെ മറ്റേതെങ്കിലും നമ്പർ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. ദെൻ ഇത് എടുക്കാൻ പാടില്ല. നമ്മൾ എടുക്കേണ്ട ഏതാണ്? കോമൺ ആയിട്ടുള്ളതാണ് എടുക്കേണ്ടത്. ഏതൊക്കെയാണ്? 2 × 2 × 3 എത്രയാണ്? 2 2 4, 4 3 12. അപ്പോ 2 മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത പഠിക്കാൻ പോകുന്നത് ഭിന്നസംഖ്യകളുടെ LCM ആണ്. നമുക്ക് ഭിന്നസംഖ്യകൾ തന്നിരുന്നാൽ എങ്ങനെ LCM കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എത്രയാ? നമുക്ക് നമ്പേഴ്സ് തന്നിരിക്കും അല്ലെ. 1 2 3 നമ്പേഴ്സ് തന്നിട്ട് അതിൽ നമ്മൾ LCM കണ്ടുപിടിച്ചു, HCF കണ്ടുപിടിച്ചു. ഇനി ഭിന്നസംഖ്യകൾ തന്നിരുന്നാൽ എങ്ങനെ LCM ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നോക്കാം. അപ്പൊ ആദ്യം നോക്കാണ്ട് നമുക്ക് തന്നിരിക്കുന്ന ഭിന്നസംഖ്യകളുടെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ന്യൂമറേറ്റർ ഇല്ലേ, ന്യൂമറേറ്ററിനെ LCM ആയിട്ട് എടുക്കണം. എന്ന് വെച്ചാൽ അംശങ്ങളുടെ LCM, അംശങ്ങളെ എന്തായിട്ട് എടുക്കണം? LCM ആയിട്ടും തന്നിരിക്കുന്ന ഛേദത്തിന് HCF ഉസാകയായിട്ടും എടുക്കണം. ഛേദത്തിന് ഛേദത്തിന്റെ HCF. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭിന്നസംഖ്യകൾ തന്നിരുന്നാൽ LCM കണ്ടുപിടിക്കേണ്ട. ഇങ്ങനെ ഇത് ഫോർമുല ആയിട്ടൊന്നും ഓർമ്മിച്ച് വെക്കേണ്ട ആവശ്യമില്ല. അത് ഒരു കാര്യം മാത്രം ഓർത്താൽ മതി. ഭിന്നസംഖ്യകളാണ്, LCM ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ വേറെ ഒന്നും നോക്കേണ്ട. ആദ്യം എന്താ ചെയ്തിരിക്കുന്നത്? ഈ മുകളിൽ കിടക്കുന്നതിനാണ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത്, താഴെ വരുന്നതിന് ഡിനോമിനേറ്റർ. മലയാളത്തിലാണെങ്കിലോ അംശവും താഴെ വരുന്നതിന് ഛേദം എന്ന് പറയും. അപ്പോൾ LCM ആണെങ്കിൽ ആദ്യം ഈ മുകളിൽ വരുന്ന അംശങ്ങളെ LCM ആയിട്ട് എടുക്കണം. ദെൻ ഛേദത്തിനെയാണ് HCF ഉസാകയായിട്ട് എടുക്കേണ്ടത്. അപ്പൊ അംശങ്ങളുടെ LCM എന്ന് പറയുന്ന ആദ്യം നമുക്ക് അംശങ്ങൾ ഏതാണ്? 2 4 8 അല്ലെ. ഇനി HCF താഴെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതാണ് HCF ആയിട്ട് എടുക്കേണ്ടത്. 3 5 6. അപ്പൊ ഇനി നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ 3 നമ്പർ തന്നിരുന്നാൽ LCM കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പൊ നമുക്ക് ഏത് മെത്തേഡ്? ഇപ്പോ 2 4 8 അല്ലെ. 2 4ന്റെ ഗുണിതമാണ്. 2ന്റെ ടേബിളിൽ 4 പോകും. എത്ര ടൈംസ് ആണ്? 2 × 2. അതാ ഓക്കെ ആണ്. അപ്പൊ ആദ്യത്തെ 2 നോക്കി, ഇത് 2 4ന്റെ ഗുണിതമാണ്. പക്ഷെ അതുപോലെ 4 8ന്റെ ഗുണിതമാണല്ലോ. എത്ര ടൈംസാ പോകുന്നത്? 4 2
8. അപ്പൊ നമ്മുടെ ഫാക്ടർ നമ്മുടെ എൽസിയം എന്ന് പറയുന്നത് എത്രയാണ്? 8 അല്ലെ? ഇതുപോലെ ഫാക്ടർ രീതിയിൽ തന്നിരുന്നാൽ നമ്മൾ ആദ്യം എന്താ എടുക്കേണ്ടത്? അതിൽ ഏറ്റവും വലിയ നമ്പറാണ് എൽസിയം ആയിട്ട് എടുക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചായിരുന്നു. 2ന്റെ ഗുണിതമാണ് തന്നിരിക്കുന്നത്. 2ന്റെ ആണെങ്കിൽ 4, അടുത്തതാണെങ്കിൽ 8. അപ്പൊ നമ്മുടെ വലിയ നമ്പറാണ് നമ്മുടെ എൽസിയം. അപ്പൊ നമ്മളിവിടെ എൽസിയം ഫൈൻഡ് ഔട്ട് ചെയ്ത് എത്രയാണ്? 8. ഇനി HCF എങ്ങനെയാ നോക്കണ്ടേ? 3 നമ്പേഴ്സ് തന്നിരുന്നാൽ 3ഉം ഒരു ടേബിളിൽ പോകുന്നതാണോ നോക്കണം അല്ലേ? ഇവിടെ എന്താ തന്നിരിക്കുന്നത്? 3, 5, 6. ഇത് ഒന്നല്ലാതെ മറ്റേതെങ്കിലും നമ്പർ കൊണ്ട് 3 ഒരുമിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാവുന്നതാണോ? അല്ല, ഒന്നുകൊണ്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതിന്റെ HCF എന്ന് പറയുന്നത് എത്രയാണ്? 1. അപ്പൊ ഇങ്ങനെയാണ് ഭിന്നസംഖ്യകൾ തന്നിരുന്നാൽ എൽസിയം ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ? ആദ്യം തന്നിരിക്കുന്ന അംശങ്ങളെ എൽസിയം ആയിട്ട് എടുക്കണം, ഛേദത്തിന് HCF ആയിട്ട് എടുത്തിട്ട് നമ്മുടെ പഴയ മെത്തേഡ് ചെയ്യാം. ഈ മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഫോളോ ചെയ്യുന്ന മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. ഏതാണ്? 2, 4, 8. 2ന്റെ ടേബിളിലാണെങ്കിൽ 2 എത്ര പ്രാവശ്യമാണ് പോകുന്നത്? 1 പ്രാവശ്യം. 4 2 പ്രാവശ്യം. 8 4 പ്രാവശ്യം. വീണ്ടും 2 4 ഉണ്ട് അല്ലെ? അപ്പൊ വീണ്ടും 2ന്റെ ടേബിളിൽ നോക്കാം. 1 2 1 പ്രാവശ്യം, 4 2 പ്രാവശ്യം. അപ്പം ഇനി എന്താ? എല്ലാം മൾട്ടിപ്ലൈ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടും? 2 × 2 4. 4 2 8. കിട്ടിയില്ലേ? 8. അപ്പൊ ഇതുപോലെയാണ് എൽസിയം കണ്ടുപിടിക്കേണ്ടത്. ഭിന്നസംഖ്യ തന്നിരുന്ന എൽസിയം കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. ഭിന്നസംഖ്യകൾ തന്നിരുന്നാൽ HCF ഉസാഗ എങ്ങനെയാ കണ്ടുപിടിക്കുക? അപ്പൊ ആദ്യം നോക്കിയത് എന്താണ്? ലസാഗു. എൽസിയം ആണ് കണ്ടുപിടിച്ചത്. ഇനി ഉസാഗ HCF എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പൊ എൽസിയം ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അംശങ്ങളെ എൽസിയം ആയിട്ട് എടുക്കണം, ഛേദത്തിന് HCF ആയിട്ട് എടുക്കണം. എന്നാൽ HCF ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അംശങ്ങളെ HCF ആയിട്ട് എടുക്കണം, ഛേദങ്ങളെ എൽസിയം ആയിട്ട് എടുക്കണം. അപ്പൊ എങ്ങനെയാ ഡിഫറൻസ് എന്ന് മനസ്സിലായല്ലോ? HCF ആണെങ്കിൽ എന്താണ്? അംശങ്ങളെയാണ് HCF ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്താണ് HCF എന്ന് പറയുന്നത്? ഏതാണ്? അംശം. 2 4 6. ദെൻ എൽസിയം എന്ന് പറയുന്നത് ഏതിനെ എടുക്കേണ്ടത്? ഛേദത്തിനെയാണ്. അപ്പൊ 3 10 15. ഇനി നമുക്ക് പഴയ മെത്തേഡ് ചെയ്യാം. 2 4 6 HCF. അപ്പൊ കോമൺ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നോക്കാം. 2 4 6 ഏതിന്റെയൊക്കെ ടേബിളിൽ? 3 ഒരുമിച്ച് പോകുന്ന ടേബിൾ ഏതാ? 2ന്റെ ടേബിളിൽ മാത്രമാണ് അല്ലെ? 4ന്റെ ടേബിളിലാണെങ്കിലോ 6 പോകോ? ഇല്ല, 2ഉം പോകത്തില്ല. 6ന്റെ ടേബിളിലാണെങ്കിലോ 4ഉം 2ഉം പോകത്തില്ല. അപ്പൊ ഒരേ ഒരു ടേബിൾ ഏതിന്റെയൊക്കെയാ? 1ന്റെയും 2ന്റെയും ടേബിളിൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. അപ്പൊ അതിൽ ഹയസ്റ്റ് ഏതാണ്? 2. അപ്പൊ നമ്മുടെ HCF എന്ന് പറയുന്നത് ഏതാണ്? 2. ഇനി ഏതാ കണ്ടുപിടിക്കേണ്ടത്? എൽസിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 3 നമ്പർ തന്നിട്ടുണ്ട്. 3 10 15 എൽസിയം. അപ്പൊ ആദ്യം നോക്കേണ്ടത് 3ന്റെ ഗുണിതമല്ല 10 അല്ലെ? പക്ഷെ 10ന്റെ ഗുണിതവുമല്ല 15. 3 ഡിഫറെന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പറിനെ നമുക്ക് എത്ര കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്ത്? ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ. ഇതിൽ ഹയസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 15 ആണ്. അപ്പൊ 15 2 കൊണ്ടോ 3 കൊണ്ടോ 4 കൊണ്ടോ മൾട്ടിപ്ലൈ. ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര നമ്പർ ആണോ കിട്ടുന്നത് അത് ഈ 2 നമ്പറിന്റെ ഗുണിതമാണോ എന്ന് നോക്കണം. ആണെങ്കിൽ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നമ്മൾ എൽസിയം പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കാം. 15 ആണ് അല്ലേ? 3ൽ 15 പോകും, പക്ഷെ 10ൽ പോകത്തില്ല. അപ്പൊ നമുക്ക് നോക്കാം. 15നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 15 × 2 എത്രയാണ്? 30 ആണ് അല്ലെ? 10ന്റെ ടേബിളിൽ 30 പോകും. എത്ര പ്രാവശ്യമാണ് പോകുന്നത്? 3 പ്രാവശ്യം. 3ന്റെ ടേബിളിലാണെങ്കിലോ 10 പ്രാവശ്യം പോകും. അപ്പൊ 30 ആണ് നമ്മുടെ എൽസിയം. ഇപ്പൊ എന്താണ് എൽസിയം എന്ന് പറയുന്നത്? ഏതാണ്? 30. അല്ല, സാധാരണ മെത്തേഡിലാണെങ്കിലും 3 10 15 എത്രയാണ്? നമുക്ക് ആദ്യം 10ഉം 15ഉം 5ന്റെ ടേബിളിൽ പോകല്ലേ? അപ്പൊ അത് നോക്കാം. 5ന്റെ ടേബിളിൽ 3 പോകത്തില്ല. അപ്പൊ അത് അങ്ങനെ എഴുതുക. 10 ആണെങ്കിൽ 2 പ്രാവശ്യം പോകും. 15 ആണെങ്കിൽ 3 പ്രാവശ്യം പോകും. പിന്നെ ഏതിന്റെ ടേബിളാണ്? 3 കിടക്കുന്നത്. അപ്പൊ 3ന്റെ ടേബിളിൽ നോക്കാം. 3ന്റെ ടേബിളിലാണെങ്കിലോ 3 1 പ്രാവശ്യം, 2 പോകത്തില്ല. അത് അങ്ങനെ എഴുതുക. 3 1 പ്രാവശ്യം. ഇനി ഏതെങ്കിലും ഒന്നല്ലാതെ മറ്റേതെങ്കിലും നമ്പർ കൊണ്ട് പറ്റുമോ? ഇല്ല അല്ലേ? അപ്പൊ ഇത് വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. അതിന് എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ആണ്. 5 × 3 എത്രയാണ്? 15. 15 × 2 30 അല്ലെ? അപ്പൊ 2 മെത്തേഡിലും ചെയ്യാം. ഏതാണോ എളുപ്പമാണെന്ന് നോക്കുക, അതിൽ ചെയ്യുക. അപ്പൊ നമ്മുടെ ഭിന്നസംഖ്യകളുടെ HCF എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്?
HCF ആണെങ്കിൽ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചു വെക്കുക. ഇത് എല്ലാം കൂടെ വെച്ച് കൺഫ്യൂഷൻ ആക്കണ്ട. ഇങ്ങനെ ഒരു കാര്യം മാത്രം ഓർമ്മിച്ചു വെച്ചാൽ മതി, നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും. HCF ആണ് തന്നിരിക്കുന്നെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫ്രാക്ഷൻ, ഇപ്പൊ ഇത് തന്നെ ഫ്രാക്ഷൻ എടുക്കാം. 2/3 and 4/10 and 6/15. HCF കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ HCF ആണെങ്കിൽ അംശങ്ങളെയാണ് ആദ്യം HCF ആയിട്ട് എടുക്കേണ്ടത്, ഛേദങ്ങളെ LCM ആയിട്ട് എടുക്കണം. ഇനി LCM ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ്, അംശങ്ങളെ LCM ആയിട്ട് എടുക്കണം, ഛേദങ്ങളെ HCF ആയിട്ട് എടുക്കണം. എന്നിട്ട് നമ്മുടെ നോർമൽ മെത്തേഡ് തന്നെയാണ്, നമ്മൾ രണ്ട് മെത്തേഡ് നോക്കിയിട്ടുണ്ട്, LCM കണ്ടുപിടിക്കുന്നതിനും HCF കണ്ടു. അതിൽ ഏതാണോ എളുപ്പം ആ മെത്തേഡിൽ ചെയ്യും. അപ്പൊ ഇത് മാത്രം ഒന്ന് ഓർമ്മിച്ചു വെച്ചാൽ മാത്രം മതി. HCF ആണെങ്കിൽ അംശങ്ങളെയാണ് HCF ആയിട്ട് എടുക്കേണ്ടത്, ഛേദങ്ങളെ LCM ആയിട്ട്. LCM ആണെങ്കിൽ അംശങ്ങളെ LCM ആയിട്ട് എടുക്കണം, ഛേദത്തിന് HCF ആയിട്ട് എടുക്കണം. ഇപ്പൊ ലസാഗു ഉസാഗ എന്താണെന്ന് പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ പ്രോബ്ലം, രണ്ട് സംഖ്യകൾ 2:3 എന്ന അംശബന്ധത്തിലാണ്. എന്നാൽ അവയുടെ ഉസാഗ 7 ആയാൽ ലസാഗു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സംഖ്യകൾ എങ്ങനെയാണ്? 2:3 എന്ന അംശബന്ധത്തിലാണ്. അപ്പൊ നമ്മൾ സംഖ്യ കണ്ടുപിടിക്കണം അല്ലെ? അങ്ങനെയാണെങ്കിൽ അവയുടെ ഉസാഗ 7 തന്നിട്ടുണ്ട്. അപ്പൊ എന്താണ്? അംശബന്ധം എഴുതുക. അംശബന്ധം എത്രയിലാ തന്നിരിക്കുന്നത്? 2:3. നമുക്ക് HCF തന്നിട്ടുണ്ട് അല്ലെ? ഉസാഗ തന്നിട്ടുണ്ട്. ഉസാഗ എത്രയാണ്? ഉസാഗ 7. അപ്പൊ നമ്മൾ ഇതിൽ എങ്ങനെയാണ് അതിന്റെ സംഖ്യകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? തന്നിരിക്കുന്ന ഉസാഫ കൊണ്ട് ഇതിന് ഓരോന്നിന്റെ അംശബന്ധത്തിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ആദ്യം എത്ര? 2. അപ്പൊ 2 × 7. പിന്നെ എത്ര? 3 × 7. അപ്പൊ നമുക്ക് രണ്ട് സംഖ്യകൾ കിട്ടും, രണ്ട് നമ്പേഴ്സ് കിട്ടും. 2 × 7 എത്രയാണ്? 14. അതുപോലെ 7 × 3 എത്രയാണ്? 21. അപ്പൊ രണ്ട് നമ്പർ കിട്ടി അല്ലെ? അവിടെ അതാണ് പറഞ്ഞത്, രണ്ട് സംഖ്യകൾ, അത് 2:3 എന്ന അംശബന്ധത്തിലാണ്. എന്നാൽ അവയുടെ ഉസാഗ 7 ആയാൽ നമ്മൾ ലസാഗു കണ്ടുപിടിക്കണം. ലസാഗു കണ്ടുപിടിക്കാൻ നമുക്ക് രണ്ട് നമ്പർ വേണ്ടേ? അപ്പൊ ഇതാ രണ്ട് നമ്പർ കിട്ടി. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ലസാഗു കണ്ടുപിടിക്കണം. അപ്പൊ ലസാഗു എങ്ങനെയാ? 14 21 ലസാഗു. ഈ രണ്ട് ഒരേ ടേബിളിൽ പോകുന്നത്. ഏതാണ്? 7ന്റെ ടേബിളിൽ പോകല്ലേ? 14 2 പ്രാവശ്യം, 21 ആണെങ്കിലോ 3 പ്രാവശ്യം. ഇനി ഏതെങ്കിലും ഒന്നല്ലാതെ മറ്റൊരു ടേബിളിൽ ഇത് പോകത്തില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇതിന് മൾട്ടിപ്ലൈ ചെയ്യുക. 7 × 2 × 3. 7 2 14. 14 × 3 എത്രയാണ്? 42. അപ്പൊ LCM ലസാഗു എന്ന് പറയുന്നത് എത്രയാണ്? 42. അപ്പൊ ആദ്യം എന്താ ചെയ്ത? നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സംഖ്യകള് 2:3 എന്ന അംശബന്ധത്തിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ സംഖ്യ കണ്ടുപിടിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ലസാഗു ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവയുടെ ഉസാഗ തന്നിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഉസാഗ കൊണ്ട് ഓരോ അംശബന്ധത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് രണ്ട് നമ്പർ കിട്ടി, അതിൽ നിന്ന് LCM ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെ വേർഡ് പ്രോബ്ലത്തിൽ ചോദിക്കാം. 12 16 24 എന്നീ നീളമുള്ള തടികൾ തുല്യ നീളമുള്ള തടികളായി മുറിക്കണം. അതിന് സാധ്യമായ ഏറ്റവും നീളം കൂടിയ നീളമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഏറ്റവും നീളം കൂടിയത് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ എടുക്കേണ്ടത്? HCF അല്ലേ നമ്മൾ എടുക്കുന്നത്. HCF എന്ന് പറയുന്നത് ഏതാണ്? സംഖ്യകളുടെ ഏറ്റവും വലിയ പൊതു ഘടകം, അതാണ് ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അപ്പൊ ഇതിൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതിന്റെയൊക്കെയാ? 12ന്റെയും 16ന്റെയും 24ന്റെയും HCF കണ്ടുപിടിക്കണം. അപ്പൊ നോക്കാം, 12 16 24 ഏതിന്റെയൊക്കെ ടേബിളിൽ പോകും നോക്കാം. ആദ്യം 2ന്റെ ടേബിളിൽ പോകും അല്ലെ? 12 പോകും, 16 പോകും, 24 പോകും. 3ന്റെ ടേബിളിലാണെങ്കിലോ 24 12 പോകും, 16 പോകത്തില്ല. അപ്പൊ അത് എടുക്കാൻ പറ്റത്തില്ല. 4ന്റെ ടേബിളിലോ 12 16 24 പോകും. 5ൽ ഇത് 3 പോകത്തില്ല. 6ന്റെ ടേബിളിലാണെങ്കിൽ 12 24 പോകും, പക്ഷെ 16 പോകത്തില്ല, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല. 7 പോകത്തില്ല. 8ലാണെങ്കിലോ 24 16 പോകും, 12 പോകില്ല. അപ്പൊ നമുക്ക് ആകെ ഏതിലൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ? 2ലും 4ലും. ഇതില് ഹയസ്റ്റ് ആയിട്ടുള്ള വാല്യൂ ഏതാണ്? 4 അല്ലേ? അപ്പൊ നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ HCF എന്ന് പറയുന്നത് ഏതാണ്? 4. അപ്പോൾ ഇതുപോലെ ഇൻഡയറക്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഏറ്റവും നീളം കൂടിയത് എന്ന് ചോദിക്കുമ്പോൾ ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഉസാഗയാണ് കണ്ടുപിടിക്കേണ്ടത്. HCF ആണ് കണ്ടുപിടിക്കേണ്ടത്.
3, 4, 5, 6 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ, അപ്പൊ നമുക്കൊരു 4 നമ്പർ തന്നിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ട? ആദ്യം തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ LCM കണ്ടുപിടിക്കണം. അപ്പൊ എത്രയാണ്? 3, 4, 5, 6. അപ്പൊ ആദ്യം 2ന്റെ ടേബിളിൽ നോക്കാല്ലേ, 4ഉം 6ഉം ഉണ്ട്. സോ 2ന്റെ ടേബിൾ ആണെങ്കിൽ ഇത് പോകത്തില്ല, 3 അങ്ങനെ എഴുതുക, 4 2 പ്രാവശ്യം, അതുപോലെ 5ഉം പോകത്തില്ല, അങ്ങനെ എഴുതുക. ദെൻ 6ഉം 2 പ്രാവശ്യം, 6 3 പ്രാവശ്യം. ദെൻ ഇനി ഏതാ? 3 3ഉം കിടക്കണം. അപ്പൊ 3ന്റെ ടേബിളിൽ നോക്കാം. 3ന്റെ ടേബിളിലാണെങ്കിലോ 3 ഒരു പ്രാവശ്യം, 2 അങ്ങനെ എഴുതുക, 5ഉം ദെൻ 3 ഒരു പ്രാവശ്യം. ഇനി ഇത് ഒന്നിന്റെ അല്ലാതെ മറ്റൊരു ടേബിളിൽ പോകത്തില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into 3 into 1 into 2 into 5 into 1. 3 into 2 6. 6 into 2 എത്രയാണ്? 12. 12 into 5 60. അപ്പൊ നമുക്ക് കിട്ടിയ നമ്പർ എത്രയാണ്? 60 ആണ് കിട്ടിയത്. അപ്പൊ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു 4 നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 2 കിട്ടണം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ? 3 കൊണ്ട് 60 ഹരിച്ചാൽ 0 കിട്ടും അല്ലെ ശിഷ്ടം. അതുപോലെ 4 കൊണ്ടാണെങ്കിലും 0, 5 കൊണ്ടാണെങ്കിലും 0, 6 കൊണ്ടാണെങ്കിലും 0. പക്ഷെ നമുക്ക് 2 വരണം, ശിഷ്ടം 2 വരണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ നമ്പറിനോട് 2നെ ആഡ് ചെയ്യുക. അപ്പൊ എത്രയാണ്? 62. അങ്ങനെയാണെങ്കിൽ ശിഷ്ടം 2 വരും. അപ്പൊ ഇതുപോലെ തരുന്ന ക്വസ്റ്റ്യനിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ അവർ എത്രയാണോ ശിഷ്ടം തന്നിട്ടുള്ളത് ആ കിട്ടിയ നമ്പറിനോട് ആഡ് ചെയ്യുക. 5/2 and 3/2, 4/2. ദെൻ ഇതുപോലെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിന്റെ LCM കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കണം. ആദ്യം നോക്കാം, നമുക്ക് LCM എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഒരു സംഖ്യയുടെ ഏറ്റവും വലുതല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലായിരിക്കും അല്ലേ. LCM നമ്മൾ എടുക്കുന്നത് എങ്ങനെ? ഒന്നല്ലെങ്കിൽ ആ സംഖ്യയുടെ വലുതെടുക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്തു വരുമ്പോൾ അതിനേക്കാളും കൂടുതൽ നമ്പർ ആയിരിക്കും നമുക്ക് LCM കിട്ടുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കണം? ആദ്യം നോക്കാം, 5 അതെടുക്കുക. എത്രയാണ്? 5/2 into 5/2 into 5/4. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 5/4. അപ്പൊ അതെടുക്കുക. ദെൻ അടുത്ത ഏതാ? 3/2 into 3/3 into 3/5. ഇതിൽ വലുത് ഏതാണ്? 3/5. ദെൻ 4/2. ദെൻ 4/2 into 4/2 into 4/1. ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 4/2 അല്ലെ. അപ്പൊ നമ്മുടെ LCM എന്ന് പറയുന്നത് ഏതാണ്? 5/4 and 3/5, 4/2. അപ്പൊ ഇതുപോലെ തന്നിരുന്നാൽ LCM കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും വലിയ നമ്പർ എടുക്കുക. നമുക്ക് തന്നിരിക്കുന്ന പവർ വലുതിലെടുക്കുക. ഇനി ഇതിന്റെ HCF ആണെങ്കിൽ എങ്ങനെ എടുക്കാമെന്ന് നോക്കണം. ഇതിൽ HCF ആണെങ്കിൽ ഇങ്ങനെ തന്നിരിക്കുന്നതിൽ HCF കണ്ടുപിടിക്കാനാണെങ്കിൽ എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ നമ്മൾ HCF എന്ന് പറയുന്നത് എന്താ? തന്നിരിക്കുന്ന നമ്പേഴ്സിൽ കോമൺ ആയിട്ടുള്ളത് നമ്മൾ എടുക്കുമല്ലേ. അപ്പൊ ഇവിടെ എങ്ങനെയാ നോക്കേണ്ടത്? ആദ്യം സെയിം ആയിട്ടുള്ളത് നോക്കാം. 5/2 ഉണ്ട്, അതുപോലെ 5/2 ഉണ്ട്, 5/4 ഉണ്ട്. ഇതിൽ കോമൺ ഏതാണ്? 5/2. എന്തുകൊണ്ടാണ്? 4ലും 2 കാണും അല്ലേ. അപ്പൊ ഏതാണ്? 4നകത്ത് 2 ഉണ്ട്. അപ്പൊ ഇതിൽ കോമൺ ആയിട്ട് നോക്കേണ്ടത് ഏതാണ്? 5/2. അപ്പൊ ഓർമ്മിച്ചു വെക്കുക, HCF ആണെങ്കിൽ തന്നിരിക്കുന്ന ചെറിയ നമ്പർ എടുക്കുക, ദെൻ LCM ആണെങ്കിൽ വലിയ നമ്പർ എടുക്കുക എന്ന് ഓർമ്മിച്ചു വെക്കുക. ദെൻ അടുത്ത ഏതാണ്? 3ലാണെങ്കിൽ 3/2, ദെൻ 3/3, 3/5. അപ്പൊ നോക്കാം, 5നകത്തും 3ഉം ഉണ്ട്, 2ഉം ഉണ്ട് അല്ലേ. ദെൻ അതുപോലെ 3/3നകത്തും എന്താ ഉണ്ട്? 2 ഉണ്ട്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഏതെടുക്കാം? 3/2. ദെൻ അടുത്ത ഏതാ? 4/2, ദെൻ 4/2, 4/1. അപ്പൊ എന്താണ്? 2നകത്ത് 1 ഉണ്ട്. അപ്പൊ നമുക്ക് കോമൺ ആയിട്ട് ഏതാ എടുക്കാണ്ട്? 4/1. ഇതാണ് ഇത് LCM, ദെൻ ഇത് HCF. അപ്പൊ രണ്ടിന്റെയും ഡിഫറൻസ് മനസ്സിലായോ? LCM ആണെങ്കിൽ ഏറ്റവും വലിയ നമ്പർ എടുക്കുക, ദെൻ HCF ആണെങ്കിൽ തന്നിരിക്കുന്നതിൽ ചെറിയ നമ്പർ എടുക്കുക, അതിന്റെ കോമൺ നോക്കി കോമൺ ആയിട്ടുള്ളത് നമ്മൾ എടുക്കണം. ഇതാണ് ഇങ്ങനെ തന്നിരിക്കുന്നതിന്റെ LCMഉം HCFഉം കണ്ടുപിടിക്കേണ്ട മെത്തേഡ്. അടുത്തത് ഫ്രാക്ഷൻ തന്നിട്ടുണ്ട്, അതിന്റെ LCM കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ്. അപ്പൊ എന്താ? LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ അംശത്തിന് ന്യൂമറേറ്ററിന് ഏതായിട്ട് എടുക്കണം? LCM ആയിട്ട് എടുക്കണം. അപ്പൊ ഇവിടെ ന്യൂമറേറ്റർ ഏതൊക്കെയാണ്? 2, 3, 4, 9. ദെൻ ഡിനോമിനേറ്ററിനെയാണ് HCF ആയിട്ട് എടുക്കേണ്ടത്. ഏതൊക്കെയാണ്? 3, 5, 7, 13. 3, 5, 7, 13. ഇനി എന്താ
ചെയ്യേണ്ട? ആദ്യം നമുക്ക് LCM കണ്ടുപിടിക്കാം. അപ്പൊ ഏതാണ് LCM? ഏതൊക്കെയാണ്? 2, 3, 4, 9 അല്ലേ? അപ്പൊ ഇത് 3 ഇതെന്താണ്? ഇതെല്ലാം വന്നിട്ട് ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നത്. 2ന്റെ ഗുണിതം അല്ല 3, അതുപോലെ 3ന്റെ ഗുണിതം അല്ല 4, 4ഉം അങ്ങനെ 4ന്റെ ഗുണിതം അല്ല 9. അപ്പൊ നമുക്ക് ഏതാണ് സാധാരണ മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ്? 2ന്റെ ടേബിളിൽ നോക്കാം അല്ലെ? 2ഉം 4ഉം ഉണ്ട്, അതുകൊണ്ട് ആദ്യം 2ന്റെ ടേബിളിൽ നോക്കാം. 2ന്റെ ടേബിളാണെങ്കിൽ ഒരു പ്രാവശ്യം, 3 പോകത്തില്ല, അത് എഴുതുക. 4 2 പ്രാവശ്യം, 9ഉം പോകത്തില്ല, അത് അങ്ങനെ എഴുതുക. ദെൻ 3ഉം 9ഉം കിടക്കുന്നു. അപ്പൊ ഏതിന്റെ ടേബിളിൽ നോക്കാം? 3ന്റെ ടേബിളിൽ. 3 ആണെങ്കിൽ 1 എഴുതുക. ദെൻ 3 ആണെങ്കിൽ എത്ര പ്രാവശ്യം? ഒരു പ്രാവശ്യം. 2 അതുപോലെ എഴുതുക. 9 3 പ്രാവശ്യം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇനി എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ അല്ലേ? ഇനി ഇത് 3ഉം 1ന്റെ അല്ലാതെ മറ്റൊരു ടേബിളിലും പോകത്തില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 2 എത്രയാണ്? 6. 6 2 12. 12 × 3 36. അപ്പം LCM എന്ന് പറയുന്നത് എത്രയാണ്? 36. അല്ലാതെ നമ്മുടെ സാധാരണ അല്ലാത്ത മെത്തേഡിലാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇത് ചെയ്യാതെ അല്ലാതെ എങ്ങനെ എഴുതാം? 2 3 4 9 അല്ലേ? അപ്പൊ നോക്കുക, നമ്മുടെ ഏറ്റവും വലിയ നമ്പർ ഇതിൽ ഏതാണ്? 9 ആണ്. അപ്പൊ 9 ആദ്യം 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം, എത്ര നമ്പറാ കിട്ടുന്നത് നോക്കാം. അത് ഈ 3 നമ്പറിന്റെ ഗുണിതമാണോ നോക്കാം. അപ്പൊ 9നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാ കിട്ടുന്നത്? 18 ആണ് കിട്ടുന്നത്. 4ന്റെ ഗുണിതമല്ല 18. സോ അപ്പൊ അത് എടുക്കാൻ പറ്റില്ല. പക്ഷെ 3ന്റെ ഗുണിതമാണ്, അല്ലെങ്കിൽ 1 വരത്തുള്ളൂ. ഇതിൽ 2ലും 2ലും 3ലും വരും, പക്ഷെ 4ല് വരത്തില്ല. സോ നമുക്ക് എന്താ നോക്കണ്ടേ? 3ലും ഒരുമിച്ച് വരുന്നത് നോക്കണം. അപ്പൊ അത് പറ്റത്തില്ല. ദെൻ 9നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 27. 27 3ല് മാത്രമേ പോകത്തുള്ളൂ, 4ലും 2ലും പോകത്തില്ല. അപ്പൊ അതും എടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഏതാ? 9നെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36. 4ന്റെ ടേബിളിലും 36 പോകും, 3ലും പോകും, അതുപോലെ 2ലും പോകും. അപ്പൊ നമ്മുടെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 36. അപ്പൊ 2 മെത്തേഡിലും ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് LCM കിട്ടി. എത്രയാണ്? 36. ഇനി ഏതാ കണ്ടുപിടിക്കേണ്ടത്? HCF. അപ്പൊ HCF ആണെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ? 3ലും ഈ 4 നമ്പറിലും കോമൺ ആയിട്ട് 1ല് മാത്രമേ പോകത്തുള്ളൂ അല്ലെ? വേറെ ഏതെങ്കിലും നമ്പറിൽ ഇത് പോകോ? ഇല്ല. അപ്പൊ നമ്മുടെ HCF കോമൺ ഹൈയസ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 1. അപ്പൊ ആൻസർ എത്രയാണ്? 36. അപ്പം ഈ ഭിന്നസംഖ്യയുടെ LCM എന്ന് പറയുന്നത് 36. 4/5, 3/10, 7/15 എന്നീ ഭിന്നസംഖ്യകളുടെ ഉസാഗ കണ്ടുപിടിക്കുക. അപ്പൊ എന്താ ഉസാഗ എന്ന് പറയുമ്പോൾ HCF ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അംശം ന്യൂമറേറ്റർ ഏതായിട്ട് എടുക്കണം? HCF ആയിട്ട് എടുക്കണം അല്ലെ? ന്യൂമറേറ്ററിനെയാണ് HCF ആയിട്ട് എടുക്കേണ്ടത്. 4 3 7. ദെൻ ഡിനോമിനേറ്റർ ഛേദത്തിന് ഏതായിട്ടാണ് എടുക്കേണ്ടത്? LCM ആയിട്ട് എടുക്കണം. ഏതൊക്കെയാണ്? 5 10 15. ഇനി ഏതാ? 4 3 7. 3ഉം പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ? ഇത് 1ല് മാത്രമേ പോകത്തുള്ളൂ, വേറെ ഒരു ടേബിളിലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്? 1 ആണ്. ദെൻ 5 10 15 LCM കണ്ടുപിടിക്കാം. 5 10 15. 5ന്റെ ടേബിളില് 10 പോകും, 5ന്റെ ഗുണിതമാണ് 10. പക്ഷെ 10ന്റെ പോകുമോ? 15 ഇല്ല. അപ്പൊ നമ്മുടെ വലിയ നമ്പർ എടുക്കുക, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയുണ്ട്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 30 ആണെങ്കിൽ 10ലും പോകും, 5ലും പോകും അല്ലെ? അപ്പൊ നമ്മുടെ LCM എന്ന് പറയുന്നത് ഏതാണ്? 30. അപ്പൊ ആൻസർ എത്രയാണ്? HCF. ഈ ഭിന്നസംഖ്യകളുടെ HCF എന്ന് പറയുന്നത് 1/30.